കൽവരൂപ മലയിലെ പ്രാർത്ഥന, പ്രയർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. യേശുവിൽ ഒത്തിരി മാറ്റങ്ങൾ ശിഷ്യന്മാർ ശ്രദ്ധിച്ച പ്രാർത്ഥനാ സമയം. പലപ്പോഴും പ്രാർത്ഥന നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതിനേക്കാൾ ആഴത്തിൽ പ്രാർത്ഥന നമ്മെ മാറ്റുന്നതാണ്. നമ്മെ മാറ്റാത്ത പ്രാർത്ഥന കൊണ്ട് നമുക്ക് പ്രയോജനവുമില്ല. ശിഷ്യന്മാർ ശ്രദ്ധിച്ചപ്പോൾ യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറുന്നത് അവർ ശ്രദ്ധിച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെണ്മ മാറുന്നത് അവർ ശ്രദ്ധിച്ചു. യേശുവിൽ ഒരു തേജസ് വർദ്ധിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഇന്നത്തെ കഷ്ടതയുടെ നടുവിലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ തേജസ് വർദ്ധിപ്പിക്കുന്നതാവട്ടെ, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാവട്ടെ. ആ പ്രാർത്ഥന സമയങ്ങളിൽ അവർ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു. പ്രാർത്ഥന സമയങ്ങൾ അങ്ങനെയാണ്. പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് സംഭവിക്കുമെന്ന് അൺപ്രഡിക്റ്റബിളാണ്. അത് പ്രാർത്ഥിക്കുന്ന ഒരുവന് മാത്രമേ ആ സത്യം അംഗീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ പലതും അവർ കണ്ടു. അവർ തേജസ്സിൽ പ്രത്യക്ഷനായ മോശയെയും ഏലിയാവിനെയും കണ്ടു. അവർ വലിയ മേഘത്തിൽ നിന്ന് ഒരു മേഘം അവരുടെ മേൽ നിഴലിടുന്നത് അവർ കണ്ടു. അവർ മേഘത്തിൽ ആവുന്നത് അവർ അനുഭവിച്ചു. അവർ വല്ലാതെ പേടിച്ചു പോയി. പല അനുഭവങ്ങൾ അവർ തരണം ചെയ്തപ്പോൾ അവർ കേട്ട ഒരു ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണ് നമ്മൾ. ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ നെടുമ്പാട് വെച്ച് വീണ് കിടന്ന് കരയുന്ന ഒരു ദൈവപൈതലാണ് നമ്മൾ. പ്രാർത്ഥിക്കുന്ന നമ്മോട് പരിശുദ്ധാത്മാവിന് ഈ ലഘു സന്ദേശത്തിലൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രാർത്ഥിക്കുന്ന നാം പിന്നെ ചെവി കൊടുക്കേണ്ടത് മാനുഷിക ശബ്ദങ്ങൾക്കല്ല, ദൈവിക ശബ്ദങ്ങൾക്കാവട്ടെ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. പ്രാർത്ഥനയിൽ എല്ലാ കാര്യവും ദൈവത്തോട് സമർപ്പിച്ചിട്ട്, ദൈവസന്നിധിയിൽ എല്ലാ വിഷയവും വെച്ചിട്ട്, മാനുഷിക ശബ്ദങ്ങൾക്ക് ചെവി കൊടുത്ത്, മാനുഷിക അഭിപ്രായങ്ങൾ കേട്ട് തളർന്നിരിക്കുകയാണോ നമ്മൾ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഡോക്ടറുടെ ശബ്ദത്തേക്കാൾ, നമ്മുടെ മുകളിൽ ഉള്ള അധികാരിയുടെ ശബ്ദത്തേക്കാൾ, നമ്മുടെ സാഹചര്യങ്ങൾ പറയുന്ന ശബ്ദത്തേക്കാൾ നമ്മുടെ ചെവികൾ ട്യൂൺഡാവട്ടെ ആ ദൈവപുത്രൻ്റെ ശബ്ദം നാം തിരിച്ചറിയാൻ. ഓരോ പ്രാർത്ഥനാ സമയങ്ങളിലും ദൈവത്തോട് മാത്രം സംസാരിക്കുകയാണോ നമ്മൾ? അതോ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മുടെ ചെവികൾക്കാവുന്നുണ്ടോ? ദൈവശബ്ദങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നാം ഇനി മാനുഷ്യ ശബ്ദങ്ങൾക്ക് നമ്മുടെ ചെവി കൊടുക്കരുത്. മാനുഷിക അഭിപ്രായങ്ങൾക്ക് നമ്മുടെ ചെവി കൊടുക്കരുത്. ദൈവശബ്ദത്തിന് നമ്മുടെ ചെവിയെ സമർപ്പിക്കാൻ കഴിയട്ടെ. ദൈവം നമ്മളോട് എന്താണ് പറയുന്നത് അത് കേൾക്കാൻ, അതിന് ചെവി കൊടുക്കാൻ, വചനം നമ്മളോട് എന്തിടപെടുന്നു അതിനനുസരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന നമ്മുടെ ചെവികൾ ദൈവശബ്ദത്തിനായി തുറക്കപ്പെടട്ടെ. ദൈവശബ്ദത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.